ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഒരു മിക്സഡ് വെജിറ്റബിൾ തോരനാണ്. മിക്സഡ് വെജിറ്റബിൾ എന്ന് പറഞ്ഞിട്ട് കുറേ വെജിറ്റബിൾസ് ഒന്നുമില്ല, നമ്മുടെ പടവലങ്ങയും ക്യാരറ്റും മാത്രമേ ഉള്ളൂ. പടവലങ്ങ ഇഷ്ടമല്ലാത്തവർക്ക് ക്യാരറ്റിൻ്റെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പടവലങ്ങയും ക്യാരറ്റും ചേർത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പടവലങ്ങയും ക്യാരറ്റും തോരൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 2 വലിയ ക്യാരറ്റ് അല്ലെങ്കിൽ 3 ചെറിയ ക്യാരറ്റ് എടുക്കുക. അതുപോലെ തന്നെ ഒരു പടവലങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്. നമ്മുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 എണ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ചേർത്താലും മതി. അപ്പോൾ ആദ്യം നമുക്ക് ഈ സവോളയും കൂടി കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ തോരൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ പടവലങ്ങ കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ, ഇത്രയും തിക്നെസ് മതി. ഒരുപാട് തിക്കായിട്ടുണ്ടെങ്കിൽ പടവലങ്ങ ആവിയിൽ കുക്കാവില്ല. അതുപോലെ തന്നെ ക്യാരറ്റും തിന്നായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി സവോളയും കൂടി കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്കിത് അരച്ച് തോരൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങയിലേക്ക് ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഉള്ളി ഇത്രയും ചേർത്തിട്ട് അരച്ചിട്ട് തോരൻ ഉണ്ടാക്കാം. അരച്ചിട്ട് മീൻസ് നമ്മൾ തോരൻ ഒതുക്കുന്ന പോലെ തോരൻ ഒതുക്കിയെടുത്തിട്ട് തോരൻ്റെ പാകത്തിൽ ഒതുക്കിയെടുത്തിട്ട് തോരൻ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ജീരകപ്പൊടി ചേർത്തിട്ട് ഒതുക്കാതെയാണ് ഈ തോരൻ ഉണ്ടാക്കുന്നത്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ ഈ സവോള ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചെറിയൊരളവിൽ വേണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളിതിലേക്ക് വേറെ വെളിച്ചെണ്ണയൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും വഴിച്ചെടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഈ സമയത്ത് നമ്മൾ വറ്റൽമുളക് എടുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഉള്ളിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 8-10 ഉള്ളി എടുത്ത് വയ്ക്കുക കേട്ടോ. 8-10 ഉള്ളി നീളത്തിൽ കട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അരിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അരി ചേർക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കാം. തോരൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഞാനിപ്പോൾ അരി ഉഴുന്നൊന്നും ചേർക്കുന്നില്ല കേട്ടോ, ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇന്ന കാര്യങ്ങൾ ചേർക്കാം എന്നുള്ളത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 3 വറ്റൽമുളകാണ്. പിന്നെ നമ്മുടെ സവോള കട്ട് ചെയ്തതുണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പില. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സവോളയുടെ കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല. സവോള ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇപ്പോൾ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടൊന്ന് കുറുകെ കട്ട് ചെയ്ത് ചേർക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എരിവ് കൂടിപ്പോവും. അപ്പോൾ നമ്മുടെ തോരന് ഒരുപാട് അങ്ങോട്ട് എരിവായിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് സുഖം ഉണ്ടാവില്ലല്ലോ. വല്ലാതെ എരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയാണ് ഞാൻ ചേർക്കുന്നത്. പച്ചമുളകും ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും പടവലങ്ങയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് തോരന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഞാനൊരു കളറിന് വേണ്ടി മാത്രം ഒരു 2 പിഞ്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ, ഇല്ലെങ്കിൽ ചേർക്കണം എന്നില്ല. പിന്നെ നമ്മുടെ ജീരകം പൊടിച്ചു വെച്ചത് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ചെറിയ ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ്. ഇതെല്ലാം ഇതിൻ്റെ കൂടെ കുക്കായി വന്നോളും. അതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണയിൽ ആദ്യം വഴറ്റിയെടുത്തിട്ട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഇളക്കി ചേർത്ത് കൊടുത്താൽ മതി.
നമ്മുടെ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. ഇത് പകുതി വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അപ്പോൾ കരിഞ്ഞു പോവും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക. ഇനി ഇതൊന്ന് ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റും പടവലങ്ങയും ചേർത്ത് അടച്ചു വെച്ചിട്ട് ഒരു 7 മിനിറ്റ് ആയിട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പടവലങ്ങയൊക്കെ കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം കുറച്ച് ഉപ്പ് ചേർക്കാം, പിന്നെ നമുക്ക് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയതും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ആ ഉപ്പ് തേങ്ങയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റിലേക്കും പടവലങ്ങയിലേക്കും ഒക്കെ പിടിച്ചു വരുന്ന രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള കളറിലുള്ള തോരൻ റെഡി ആയി കഴിഞ്ഞു. അതുപോലെ കളർഫുൾ ആയിട്ടുള്ള തോരനൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും ഇതുപോലെ ക്യാരറ്റൊക്കെ ചേർത്തിട്ട് 2-3 വെജിറ്റബിൾസ് ഒരുമിച്ച് ചേർത്തിട്ട് തോരൻ ഉണ്ടാക്കി കൊടുത്തു നോക്കും. കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കും കേട്ടോ. ഇതുപോലെയുള്ള കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്നുകൂടി ഒന്ന് അടച്ചു വെക്കണം. ഒരു 4 മിനിറ്റും കൂടി ഞാൻ അടച്ചു വെക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടവലങ്ങ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ കട്ടാവുന്നുണ്ട്, ക്യാരറ്റ് കട്ടാവുന്നില്ല. അപ്പോൾ ക്യാരറ്റും കൂടി ഒന്ന് കറക്റ്റായിട്ട് കുക്കായി വരാനായിട്ട് നമുക്ക് 3 അല്ലെങ്കിൽ 4, നിങ്ങൾക്ക് എത്രത്തോളം ക്യാരറ്റ് വേവണം, നന്നായിട്ട് വേവണം എന്നുണ്ടെങ്കിൽ 4 മിനിറ്റ്, അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന പാകത്തിൽ മതി എന്നുണ്ടെങ്കിൽ 3 മിനിറ്റ്, അത്രയും സമയം അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ, ഹൈ ഫ്ലെയിമിലേക്ക് വെക്കരുത്. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയി കഴിഞ്ഞു. ക്യാരറ്റും പാകത്തിന് കുക്കായിട്ടുണ്ട്, നമ്മുടെ പടവലങ്ങയും വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളൂ കേട്ടോ. ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെ ഒക്കെ വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഇളക്കി സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ആ തേങ്ങയിലുള്ള നനവും കൂടി ഒന്ന് മാറിക്കഴിയുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. പിന്നെ കുറച്ച് കുഴഞ്ഞ് വേണം എന്നുണ്ടെങ്കിൽ ഒരു 1-2 ടീസ്പൂൺ വെള്ളം തളിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ വെള്ളം തളിക്കാതെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ കമൻസിലൂടെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.